അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബാംഗ്ലൂർ ജില്ലാ സാഹിത്യോത്സവിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. ബാംഗ്ലൂരിലെ ലാൽബാഗിന് അടുത്തുള്ള അൽ-അമീൻ കോളേജിലാണ് നമ്മൾ ഉള്ളത്. വിശാലമായ സൗകര്യത്തോടെ അതിവിപുലമായി തന്നെ 13ാമത് എഡിഷൻ സാഹിത്യോത്സവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. 5 വേദികളിലായിട്ട് ഏകദേശം 400ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഏകദേശം 100-ൽ പരം മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഗാനം മീലാദിൻ മധുരിമസൂനം ബാംഗ്ലൂരിൽ നിറവായി വാനം. സാഹിത്യോത്സവ വേദിയിൽ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും സംഘടനാ രംഗത്ത് മുതിർന്ന നേതാക്കളാണ് നമ്മോടൊപ്പം ഉള്ളത്. സാഹിത്യോത്സവ വിശേഷങ്ങൾ അബ്ദുറഹ്മാനോട് നമുക്ക് പങ്കുവെക്കാം. അബ്ദുറഹ്മാൻ സ്വാഗതം. അൽഹംദുലില്ലാ, ബാംഗ്ലൂർ ഒരു വിപ്ലവമായിരുന്നു SSFൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാഹിത്യോത്സവം. ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ വിദ്യാർത്ഥികൾ, നമ്മുടെ താഴേക്കിടയിലെ വിദ്യാർത്ഥികൾ ഒരുപാട് ഉന്നത പദവിയിലെത്താൻ വല്ല ഒരു ചാൻസുള്ളൊരു പരിപാടിയും കൂടിയാണ് ഇത്. ഇനിയും നമ്മൾ ഒരുപാട് വർഷങ്ങൾ, ഖിയാമത്ത് നാൾ വരെ ഈ പരിപാടി നടക്കണം. ഒരുപാട് SSFൻ്റെ പ്രവർത്തകർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും അതേമാതിരി ഈ പരിപാടി പങ്കെടുത്ത് ഉന്നത സ്ഥാനം നേടാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ മാറ്റാം. തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ പങ്കുവെച്ച പോലെ സംഘടനാ രംഗത്ത് ഒരുപാട് മാറ്റം കൊണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരുപാട് പുതിയ വിദ്യാർത്ഥികളെ സംഘടനാ തലത്തിൽ ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒരു പരിപാടിയാണ് സാഹിത്യോത്സവം എന്നുള്ളത്. അതുപോലെ തന്നെ SMA ജില്ലാ നേതൃത്വം ബഹുമാനപ്പെട്ട ഹക്കീം ച സാഹിത്യോത്സവനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഈ മത്സരം എന്ന് ചെല്ലെങ്കിൽ ഒരാളെ കഴിവ് അറിയിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് എപ്പോഴും നല്ല തന്നെ. അപ്പോൾ ഈ സാഹിത്യോത്സവം ആ മത്സരത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതല്ലാതെ കുറേ എന്തെല്ലാം പ്രോഗ്രാമുകൾ അത് ഇതിന് വളരട്ടെ, നമ്മളെ പ്രോഗ്രാം ഇതിന് ഉന്നതമായി നടക്കട്ടെ എന്ന് പറയുന്നു. നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട മുനീർ കാവുമ്പടി ഉസ്താദ്, ബാംഗ്ലൂരിലെ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുനീർ കാവുമ്പടി ഉസ്താദ്. ആ ഒരു സാഹചര്യത്തിൽ ബാംഗ്ലൂർ സംഘടന എത്തുന്ന സാഹചര്യത്തിൽ, കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ എത്രത്തോളം പ്രതിസന്ധികൾ ഈ സംഘടനയെ വളർത്താൻ, യൂണിറ്റ് തലത്തിൽ സംഘടനയ്ക്ക് വേരുകൾ ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മുനീർ കാവുമ്പടി ഉസ്താദിനോട് ചോദിക്കാം. തീർത്തും നാട്ടിനെ വ്യത്യസ്തമായി ബാംഗ്ലൂരിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഇവിടെ ഒരാളുണ്ടാവില്ല. ഒന്നുകിൽ കച്ചവട ആവശ്യത്തിന്, അല്ല പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. പലപ്പോഴും നമ്മളൊരു യൂണിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ യൂണിറ്റിൻ്റെ ആൾക്കാരുണ്ടാവില്ല, അവർ പോയിട്ടുണ്ടാവും. പിന്നെയും അവിടെ യൂണിറ്റ് ഉണ്ടാക്കി അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും ബാംഗ്ലൂരിൽ വ്യത്യസ്തമായ യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് SSF മുതൽ ഇങ്ങോട്ട് തുടർന്നുള്ള എല്ലാ സംഘടന, ഇന്നുള്ള മുസ്ലിം ജമാഅത്ത് വരെയുള്ള അവസ്ഥ ആ രീതിയിൽ തന്നെയാണ്. അൽഹംദുലില്ലാ, തീർത്തും 2010 ശേഷമാണല്ലോ നമ്മൾ സാഹിത്യോത്സവം തുടങ്ങുന്നത്. തീർത്തും ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ മുതൽ വലിയവർ വരെയുള്ള ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ SSFനും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി ഉത്സാഹിക്കുന്നവർക്കും സാധിച്ചിട്ടുണ്ട്. തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. തീർച്ചയായിട്ടും സംഘടനയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ SSFൻ്റെ സാഹിത്യോത്സവം പോലത്തെ വിവിധ പദ്ധതികളിലൂടെ സംഘടനയ്ക്ക് ബാംഗ്ലൂരിൻ്റെ വിവിധ ചേരികളിലേക്ക് വളർത്തിയെടുക്കാൻ, വേരുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രസിഡൻ്റായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം പയോട്ട് സഖാഫി ഉസ്താദ് 2012-14 കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 14-16 കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദ് SSFൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ സംഘടന നേരിട്ടിരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ സംഘടന കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സംഘടന വിവിധ യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഡിവിഷൻ തലത്തിലേക്ക് രൂപീകരിക്കപ്പെടുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം. പ്രാസ്ഥാനിക രംഗത്ത് നമ്മളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് റൌഫ് സാറും കാവുമ്പടി ഉസ്താദൊക്കെ വളരെ നല്ല ഒരു നിലം ഇവിടെ ഒരുക്കി അതിൽ നിന്നാണ് നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തെ വളർത്തിയത് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്ര വലിയൊരു പ്രതിസന്ധിയൊന്നും ബാംഗ്ലൂരിലില്ല. അൽഹംദുലില്ലാ, നല്ല ഒരു സെറ്റപ്പോട് കൂടെ ആ സമയത്തൊക്കെ ഇവിടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ റെഡിയായിരുന്നു. അതോടുകൂടെ ഒരുപാട് പുതിയ പ്രവർത്തകരെ പല മേഖലകളിൽ നിന്നുള്ള IT-യിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പുതിയ പ്രവർത്തകരെ ആ സമയത്ത് സംഘടനയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാഹിത്യോത്സവങ്ങൾ ആ കാലഘട്ടത്തിൽ 2 വർഷത്തിലൊരു പ്രാവശ്യമായിരുന്നു സാഹിത്യോത്സവം ഉണ്ടായിരുന്നത്. സാഹിത്യോത്സവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമായിട്ടാണ് നമ്മൾ എല്ലാ കാലത്തും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും കാണുന്നത്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ
നമ്മുടെ ഈ ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച സിറ്റിയിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തെ ഇത്രയും സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ചാലകശക്തി സാഹിത്യോത്സവങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും അതുപോലെ തന്നെ സംഘാടകരായി വരുന്ന ആളുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഈ ഒരു സമയത്ത് ഏകദേശം 2025 സംഘടന എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രൊഫസറൊക്കെ സംഘടന വളർത്തിയതിന് പിന്നിൽ ഇവിടെ SSFൻ്റെ ഹോസ്റ്റലുകൾ തുടങ്ങിയ ഹോസ്റ്റലുകളിൽ നിന്നാണ് സംഘടനയ്ക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ഹോസ്റ്റലുകളിലേക്ക് വരുന്ന കുട്ടികളിലേക്ക് ദഅവത്ത് നടത്തി അങ്ങനെയാണ് സംഘടനയിലേക്ക് SSFലേക്ക് പ്രവർത്തകരെ അവരൊക്കെ എത്തിച്ചത്. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ഹോസ്റ്റലുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് സംഘടന നല്ല വളർന്നിട്ടുണ്ട്. അല്ലാഹു തആല കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ബാംഗ്ലൂർ പ്രസ്ഥാനത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരുപാട് നേതൃത്വം ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട റൌഫ് ക, അതുപോലെ തന്നെ ഷെരീഫ് ക, ഇന്ന് നാഷണൽ ലെവലിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന SSFൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷെരീഫ് ക തുടങ്ങി ഒരുപാട് നേതൃത്വം ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ സംഘടനയിലൂടെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. സംഘടനയ്ക്ക് ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ പുതിയ കുട്ടികൾ ലിബറലിസത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് രീതികളിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് മയക്കുമരുന്ന് അതുപോലെ തന്നെ മറ്റ് ലോബികളുടെ കയ്യിലൊക്കെ പുതിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെയാണ് സംഘടനയിലേക്ക് അവരെ ആകർഷിക്കാൻ കഴിയുക എന്ന് SMAയുടെയും അതുപോലെ തന്നെ IPFൻ്റെയും ഒക്കെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ജലീൽ ക നമ്മോട് പങ്കുവെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSF ബാംഗ്ലൂരിൽ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു തുടക്കം VOP എന്ന് പറഞ്ഞൊരു സംഘടനയിലേക്ക് കൂടിയായിരുന്നു. VOP എന്ന് പറഞ്ഞ വോയിസ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു സംഘടന നമ്മൾ വിഭാഗീയത ഇല്ലാതെ എല്ലാവരെയും കൂട്ടി അടക്കിയിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അത് തുടങ്ങുമ്പോൾ തുടക്കക്കാരനായ ഫൈസൽ, അതേമാതിരി തന്നെ അബ്ദുറൌഫ്, എഞ്ചിനീയർ അബ്ദുറൌഫ്, പിന്നെ തുടങ്ങിയ കുറേ നേതാക്കന്മാർ. അങ്ങനെ അതിൽ നിന്നാണ്, കാരണം VOP നമ്മുടെ സംഘടന തലത്തിലുള്ളതാണെങ്കിൽ കൂടി സംഘടനയുടെ ഒരു ഘടകമായിരുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നപ്പോൾ നമുക്ക്, കാരണം ബാക്ക് സപ്പോർട്ട് ഇല്ല എന്ന് വന്നപ്പോഴാണ് അതിൽ നിന്നാണ് ഷെരീഫ് മാഷും അതേമാതിരി തന്നെ റൌഫ് ഒക്കെ മുൻകൈ എടുത്തിട്ട് SSF ഇവിടെ ബാംഗ്ലൂരിൽ തുടങ്ങിയത്. അൽഹംദുലില്ലാ ചെറിയ തുടക്കമായിരുന്നെങ്കിലും തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് മജീദ് പുത്തൂരിനെ പോലെ, അതേമാതിരി തന്നെ ഷെരീഫ്, അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരെ നമുക്ക് ഓർക്കാറുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ സംഘടനക്ക് എപ്പോഴും ഊർജവും ഇതൊക്കെ നൽകിയ മുഹമ്മദ് മഖദൂമി, അതേമാതിരി തന്നെ ഗൗരിപ്പാളയത്തെ അബൂബക്കർക്ക, അതങ്ങനെയാണ് SSF ഇവിടെ തുടങ്ങാനുണ്ടായത്. അൽഹംദുലില്ലാ ഇന്ന് ഇത്ര മാത്രം വളർന്ന് പന്തലിച്ച് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ജലീൽ ക പങ്കുവെച്ച പോലെ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം നാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രൊഫഷനുകളുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലുള്ള പ്രൊഫഷണലുള്ള ആളുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ SSF പോലത്തെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. സാഹിത്യോത്സവിൻ്റെ ഓഫീസ് റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ പുറമെ നിന്ന് കാണുമ്പോൾ സാഹിത്യോത്സവ് എത്രത്തോളം മനോഹരമാണ് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നാമ്പറത്തുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് സാഹിത്യോത്സവിനെ എത്തിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മണിക്കൂറുകൾ സിസ്റ്റത്തിന് മുമ്പിൽ, ലാപ്ടോപ്പിന് മുമ്പിൽ ചെലവഴിച്ചുകൊണ്ട് ഓരോ റിസൾട്ടുകളും അതുപോലെ തന്നെ ഡിസൈനുകളും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സോഫ്റ്റ്വെയറിൽ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ വാല്യുവേഷൻ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ തുടങ്ങി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകർ, അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ മേഖലയിലുള്ള പ്രവർത്തകരാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ നമുക്ക് മൈനസ് മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് നമുക്ക് വളരെ റെയറായിട്ട് മാത്രമേ ഈ ഒരു ഓഫീസ് റൂമിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കും ഇവരോടും നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരെങ്കിലും ഒരാളുമായിട്ട് പങ്കുവെക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേര്? മുഹമ്മദ് ഷാക്കിർ. മുഹമ്മദ് ഷാക്കിർ. എവിടെയാണ്? ഞാൻ കാസർഗോഡാണ്. ഇവിടെ ബാംഗ്ലൂർ ബൊമ്മനഹള്ളി ഇലക്ട്രോണിക് സിറ്റി. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ, പിന്നെ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. മാഷാ അല്ലാഹ്, ഹൈലി പ്രൊഫഷണൽ മേഖലയിലുള്ള ആളാണ് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അനുഭവപ്പെടുന്നു ബാംഗ്ലൂർ സാഹിത്യോത്സവം? ബാംഗ്ലൂർ സാഹിത്യോത്സവം വളരെ വൈവിധ്യപൂർവ്വമായാണ് അനുഭവപ്പെടുന്നത്. അതായത്
നമ്മുടെ ഇവിടെ പല സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും ഒക്കെ സംഗമം എന്നുള്ള നിലക്ക് ആ ഒരു തീമിൽ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പിന്നെ ഡെഡിക്കേറ്റഡ് ആയ ആൾക്കാർ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ട് കൊല്ലം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു വൈവിധ്യപൂർണ്ണമായിട്ടാണ് ഇത് പ്രാവശ്യം അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സാഹിത്യോത്സവം എക്കാലവും നിലനിന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ സാഹിത്യോത്സവം നിലനിന്നിട്ടുള്ളത് മൂല്യങ്ങൾക്കൊപ്പമാണ്. SSF പ്രത്യേകതയാണ്, മൂല്യങ്ങൾക്കൊപ്പമാണ് എപ്പോഴും സാഹിത്യോത്സവം SSF നിലനിന്നിട്ടുള്ളത്. എവിടെ അധാർമിക കാണുന്നോ അവിടെയെല്ലാം SSF ശബ്ദിക്കാനുണ്ട്, വരയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ എഴുതാനുണ്ട്. അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് SSF എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതാണ് SSF പ്രത്യേകതയും. മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ എപ്പോഴും മൂല്യങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ടാണ് SSF പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്ക് വീണ്ടും SSF വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സംശുദ്ദീൻ, ബാംഗ്ലൂർ ജില്ല മീഡിയ സെക്രട്ടറിയാണ്. മാഷാ അല്ലാ, മീഡിയ റൂം കൺട്രോൾ ചെയ്ത് തന്നെ ബാംഗ്ലൂർ ജില്ലാൻ്റെ സെക്രട്ടറി ശംസുദ്ദീനാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ഈ ജില്ലാ സാഹിത്യോത്സവിൻ്റെ പിന്നാമ്പുറത്തുള്ള പ്രയാസങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. നമ്മുടെ മീഡിയൻ്റെ കീഴിൽ നമ്മൾ നമ്മുടെ ടീം മുജ്തബ നമ്മുടെ മെയിൻ തീമാണ് ബാംഗ്ലൂരിൻ്റെ ഭാഷ ഭാവ ബംഗളൂരു. ആ തീം വെച്ചിട്ട് കൊണ്ടാണ് നമ്മുടെ എല്ലാ ഡിസൈനും എല്ലാ കാര്യങ്ങളും നടന്നു. സന്തോഷമുണ്ട്, എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മത്സര വേദിയിലാണുള്ളത്. സെക്കൻഡ് സ്റ്റേജിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ കുറവാണ്, ലഞ്ചിൻ്റെ സമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഒരു സമയമാണ്. എന്നാൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് മത്സരത്തിൻ്റെ ഒരല്പം നമുക്ക് വീക്ഷിക്കാം. ഇവിടെ വേദിയിൽ മത്സരാർത്ഥികളെ നമുക്ക് കാണാം. മകൻ്റെ പേര്? മുഹമ്മദ് ഹാരൂൺ. ഏത് മത്സരത്തിനാണ് അവർക്ക്? ഞാൻ മൻകബത്ത് പാട്രിയോട്ടിക് സോങ്. റിസൾട്ട് വന്നോ? കഴിഞ്ഞ? വന്നില്ല. മത്സരം കഴിഞ്ഞു. പാട്രിയോട്ടിക് സോങ് ഉണ്ട്. അതിൽ നിന്ന് 2 വരി പാടാൻ പറ്റുമോ? भारत मेरी जान, भारत मेरी शान, लेके मोहब्बत का पैगाम आए हूँ. हिंदू मुस्लिम सिख ईसाई एक दूजे की जान, मिलकर रहते हैं यहाँ पर ये है हिंदुस्तान. മാഷാ അല്ലാ, മാഷാ അല്ലാ. പാട്രിയോട്ടിക് സോങ്, അതായത് മാനവികതയെ ഉൾക്കൊള്ളുന്ന വളരെ പ്രചോദനമാകുന്ന ഒരു പാട്രിയോട്ടിക് സോണാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാ എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ 1-2 മത്സരാർത്ഥികളൊരു നമുക്ക് വിഷയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാ. പേര്? ഷക്കീറുദ്ദീൻ. ഡിവിഷൻ. ഏത് മത്സരത്തിനാണ് പങ്കെടുക്കുന്നത്? മൻകബാത്ത് കഴിഞ്ഞു, ഇനി സീനിയർ പാട്രിയോട്ടിക് സോങ്. മങ്കബാത്ത് കഴിഞ്ഞു. റിസൾട്ട് വന്നാ? വന്നിട്ടില്ല. മങ്കബാത്തിൽ നിന്ന് അല്പം ഒന്ന്. आशिकों की शान है वद रज़ा, फख्र हिंदुस्तान है वद रज़ा. आशिकों की शान है वद रज़ा, फख्र हिंदुस्तान है अहमद रज़ा. തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ട് അവരുടെ കഴിവുകൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ എത്രത്തോളം കഴിവുണ്ട്, അത്രത്തോളം പ്രതിഭ അവരുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ പാടുന്നേ സ്വാഗതം തിങ്കൾ വിരിഞ്ഞേ പുണ്യറബേ. സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഈ സാഹിത്യോത്സവിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് അംജദി ഉസ്താദ് ചേരുന്നു. ഇൻഷാ അല്ലാ സാഹിത്യോത്സവ് ഏകദേശം പകുതിയോളം പൂർത്തീകരിച്ചു എന്ന് തോന്നുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? അൽഹംദുലില്ലാ, നല്ല ടൈം അനുസരിച്ച് തന്നെ സാഹിത്യോത്സവം മുന്നോട്ട് പോകുന്നുണ്ട്. മത്സരങ്ങളൊക്കെ നല്ല കടുത്ത മത്സരങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എല്ലാ യൂണിറ്റുകളിലും ഏകദേശ യൂണിറ്റുകളിലും സാഹിത്യോത്സവം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമെന്നോണം നല്ല മത്സരങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും യൂണിറ്റ് തലത്തിൽ സാഹിത്യോത്സവം നടക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് യൂണിറ്റ് തലത്തിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സെലക്ഷൻ കിട്ടാനും സാധിക്കും. അതുകൊണ്ട് ഡിവിഷൻ തലത്തിലും ജില്ലാ തലത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. ഇൻഷാ അല്ലാ ഈ വർഷം കാണുന്നുണ്ട്. പിന്നെ ഈ സാഹിത്യോത്സവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പ്രതിഭകൾ എങ്ങനെയുണ്ട്? തീർച്ചയായും ഈ യൂണിറ്റ് തലത്തിൽ സാഹിത്യോത്സവം നടന്നതുകൊണ്ട് ഇനി വരും വർഷങ്ങളിൽ ഒന്നുകൂടി ആക്റ്റീവായി യൂണിറ്റിനെ ചലിപ്പിക്കാനുള്ള
ഒരു പ്രചോദനമായിട്ട് ഈ വർഷത്തെ സാഹിത്യോത്സവം കാണുന്നുണ്ട്. അതോടൊപ്പം പുതിയ പുതിയ പ്രതിഭകൾ കൂടി ഈ വർഷത്തെ സാഹിത്യോത്സവത്തിലേക്ക് വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പുതിയ മുഖങ്ങളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതോടൊപ്പം നമ്മൾ എപ്പോഴും സാഹിത്യോത്സവം, ബാംഗ്ലൂർ സാഹിത്യോത്സവം മലയാളികളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നാണെന്നൊരു പരാതി മുൻകാലങ്ങളിൽ കേട്ടിരുന്നു. ഇപ്പോൾ ഒരുപാട് ഉറുദു കുട്ടികൾക്കും അതുപോലെ തന്നെ കന്നഡ കുട്ടികൾക്കും മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ കൂടി സാഹിത്യോത്സവത്തിലേക്ക് പങ്കാളികളാക്കാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ഉറുദു കുട്ടികളിലേക്ക് സംഘടനയെ വളർത്താൻ സാധിച്ചിട്ടുണ്ട്? ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഉറുദു കുട്ടികൾ ഒരുപാട് ആളുകൾ നമ്മൾ സാഹിത്യോത്സവമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്, സാഹിത്യോത്സവം ശേഖരിക്കുന്നുണ്ട്. ഈ വർഷം പല ഡിവിഷനുകളിലും ഉറുദു സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ഉറുദു കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സാഹിത്യോത്സവത്തിൻ്റെ പ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉറുദു കുട്ടികളെ നമ്മുടെ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾ എന്നുള്ളതിന് മലയാളം മത്സരം വളരെ കുറവാണ്. ആകെ 1-2 മത്സരങ്ങൾ മാത്രമാണ് മലയാളത്തിലുള്ളത്. ബാക്കി എല്ലാ മത്സരങ്ങളും കന്നഡയും ഉറുദുവും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് മത്സരാർത്ഥികളെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. തീർച്ചയായും കഴിഞ്ഞ വർഷം തന്നെ നാഷണൽ ലെവലിൽ നമ്മുടെ കർണാടകത്തിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ഒരുപാട് കുട്ടികൾ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ വർഷവും ആ രൂപത്തിൽ നല്ല പ്രതിഭകളെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ശുഭപ്രതീക്ഷയുണ്ട്. തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും ഭംഗിയായിട്ട് സാഹിത്യോത്സവ വേദി സമാപ്തി കുറിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്